വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് രാഹുൽ മാക്കൂട്ടറുമായി ബന്ധപ്പെട്ടുണ്ടായത്. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇന്ത്യക്ക് പുറത്തായിരുന്നു. അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണമെന്ന്. എൻ്റെ നിലപാട് അന്ന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിക്ക് ചേരാത്ത നിലയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതേ തുടർന്ന് ധാരാളം സൈബർ ആക്രമണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പം തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, മറ്റ് പല പാർട്ടികളിലും സമാന സ്വഭാവമുള്ള കേസുകളിൽപ്പെട്ട നേതാക്കന്മാരുണ്ട്, MLA മാരുണ്ട്. പക്ഷേ അവരെ ആരെയും ഒരു പാർട്ടിയും ഇതുപോലെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് പാർട്ടിയെ സസ്പെൻഡ് ചെയ്തു. പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഇനി MLA സ്ഥാനത്ത് തുടരാതിരിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് നല്ലത്. കാരണം പാർട്ടിയാണല്ലോ MLA ആക്കിയത്. പാർട്ടി MLA സ്ഥാനം കൊടുത്തതാണ്. പാർട്ടീനെ പുറത്താക്കിയപ്പോൾ സ്വാഭാവികമായി ആ സ്ഥാനത്ത് ഇനി തുടരാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതൊരു സന്ദേശമാണ്. സ്ത്രീകളുടെ അന്തസ്സും ആഭിജാത്യവും മാന്യതയും ഉയർത്തിപ്പിടിക്കാൻ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമായി ഞാനിതിനെ കാണുകയാണ്. അതിനൊന്നും ഇനിയുള്ള ഒരു പ്രസക്തിയില്ല. പാർട്ടി ഒറ്റക്കെട്ട ഇത് ഇന്നലെ തന്നെ KPCC പ്രസിഡന്റ് ഞങ്ങളോടൊക്കെ സംസാരിച്ചിരുന്നു. ഞങ്ങളെല്ലാവരുടെയും അഭിപ്രായം പാർട്ടീനെ പുറത്താക്കണമെന്നായിരുന്നു. അദ്ദേഹം പിന്നീട് അത് കോടതിയിലൊരു മാറ്റർ വന്ന സാഹചര്യത്തിൽ ആ മാറ്ററിൻ്റെ വിവരം കൂടി അറിയട്ടെ എന്നാണ് KPCC പ്രസിഡന്റ് ഒരു തീരുമാനമെടുത്തത്. അത് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ്. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ പലരും വിമർശിച്ചു. പക്ഷേ അതൊരു പക്വമായ തീരുമാനമായിരുന്നു. ഞങ്ങളെല്ലാവരും അതിനെ പിന്തുണച്ചിരുന്നു. ഇപ്പോൾ തീരുമാനം വന്ന് 2 മിനിറ്റിനുള്ളിൽ, കോടതിയുടെ തീരുമാനം വന്ന് 2 മിനിറ്റിനുള്ളിൽ സസ്പെൻഷൻ നടത്തിയിട്ടുള്ള പത്രക്കുറിപ്പ് പുറത്തിറക്കുകയുണ്ടായി. ഇത്തരം തീരുമാനമെടുക്കാൻ ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന് മാത്രമേ കഴിയൂ. CPM അത് കഴിഞ്ഞിട്ടില്ല, നാളെ കഴിയുകയുമില്ല. ആ കാര്യത്തിൽ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളുടെ, നമ്മുടെ സഹോദരിമാരുടെ മാന്യതയും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനുള്ള തീരുമാനമായി ഞാനിതിനെ കാണുന്നു. ഈ പ്രവർത്തനം, ഇത്തരം സംഭവങ്ങൾ തുടർന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അതിന് ആവശ്യപ്പെടാനുള്ള അർഹതയില്ല. കാരണം അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിലില്ല. അദ്ദേഹം ഇപ്പം പാർട്ടിയില്ലാത്ത ഒരാളിനോട് ഇന്നത് ചെയ്യാൻ പറയാനുള്ള അവകാശമോ അധികാരമോ ഞങ്ങൾക്കില്ല. ധാർമ്മികമായി ശരിയായ കാര്യമാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് എത്തില്ലായിരുന്നല്ലോ. അപ്പം അധാർമികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടല്ലേ ഈ നിലയിൽ എത്തേണ്ടി വന്നത്. അപ്പം ധാർമ്മികതയുടെ ചോദ്യമേ അവിടെ ഇല്ല. MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ. രാജിവെക്കുന്നതാണല്ലേ പുറത്താക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം പറഞ്ഞതിന്
അല്ല, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യം. ഇപ്പോൾ ഈ അധ്യായം അവസാനിച്ചിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിലെ സ്ത്രീകളുടെ അന്തസ്സിനും ആഭിജാത്യത്തിനും മാന്യതയ്ക്കും നിരക്കാത്ത നിലയിൽ ആര് പ്രവർത്തിച്ചാലും അവർക്ക് ഇത്തരം സന്ദേശം, ഇതാണ് പാർട്ടി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശം. അത് എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും കോൺഗ്രസ് നൽകുന്ന സന്ദേശം ഇതാണ്. ആ സന്ദേശം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഭാവിയിലും ഇപ്പോഴും മാതൃകയാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രതിസന്ധിയിലുമല്ല. ഇന്നത്തെ ഈ പുറത്താക്കലോടുകൂടി കോൺഗ്രസ് തിളക്കമാർന്ന നിലയിൽ പ്രചരണ രംഗത്ത് കൂടുതൽ സജീവമായി മുന്നോട്ട് പോകുന്നു. കൂടുതൽ ജനങ്ങളുടെ പിന്തുണ നമുക്ക് ലഭിക്കുകയാണ്. നിങ്ങളീ പറയുന്ന പോലെ ഇത് വിഷയമൊന്നും താഴെ തലങ്ങളിലും ഒരു ചർച്ചയൊന്നും ആയിട്ടില്ല. ചാനലുകളിൽ ചർച്ച ചെയ്യുന്നു, പത്രമാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നുള്ള ശരിയാണ്. പക്ഷെ താഴെ തലങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പുറത്താക്കൽ നടപടിയോടുകൂടി കോൺഗ്രസിൻ്റെ തിളക്കം വർദ്ധിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ധാർമ്മിക നിലപാടിൻ്റെ തിളക്കം വർദ്ധിച്ചിരിക്കുന്നു. അത് ഞങ്ങൾക്ക് വലിയ ഗുണം ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് അറിയാം. പാർട്ടി ഇല്ലാത്ത ഒരാളിനോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ പ്രവർത്തകർക്കും അത് അറിയാവുന്ന കാര്യം. അപ്പോൾ അതുകൂടെ ഞങ്ങൾ ചെയ്തു തരണോ? ഇനി ഞങ്ങൾ പാർട്ടിക്കാർ അറസ്റ്റോടെ ചെയ്യണമെന്നാണ് നിങ്ങൾ 24 hours പറയുന്നത് ശരിയല്ല. എടാ, അത് പോലീസിനോട് ചോദിക്കുക നിങ്ങൾ. എടാ, അതും ഞങ്ങൾ ചെയ്തു തരണോ? ഇനി അത് നിങ്ങൾ ശരിയല്ല. അത് അറസ്റ്റ് ചെയ്യേണ്ട പോലീസാണ്. അത് പിണറായി വിജയനോട് ചോദിക്കാൻ പറയണം. അവരുടെ പോലീസിൻ്റെ കഴിവില്ലായ്മയല്ലേ. 8 മാസം ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ചെയ്തതിന്. പിണറായി വിജയൻ്റെ കഴിവുകേടാണ് 8 ദിവസമായിട്ട് പോലീസ് പിടിക്കാത്തത്. ഇപ്പം 24 പറയുന്നത് കേട്ടാൽ ഞങ്ങൾ തന്നെ ഇനി അറസ്റ്റോടെ ചെയ്ത് കൊടുക്കണമെന്നാണ്. ആ ജോലി ഞങ്ങളെ ഏൽപ്പിക്കല്ലേ. അത് പിണറായിയോട് ചോദിച്ചാൽ മതി.